വലിയ ഗുരുദേവൻ പറഞ്ഞ വലിയൊരു ഭാരമാണ്. എന്ത് വന്നോടെ തമാശ പറയും, എല്ലാവരെയും ചിരിപ്പിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല. കാരണം അച്ഛൻ വീട്ടിൽ ഒരു 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പരിപാടിയുടെ ഒരു കോസ് ഏട്ടൻ അതിൽ ഷോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ് മാനിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് അച്ഛൻ പോയതിനു ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് വില്ലും കൂടെ ചിന്തിച്ചപ്പോൾ പിന്നെ വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് തമാശയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലൊക്കെയുള്ള ഒരാൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ സ്ഥിരം സദസ്സുകളിലൊക്കെ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഞാനന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, പഠിച്ചിട്ടില്ല, പോയിക്കൊണ്ടിരുന്ന സമയമാണ്. വെറുതെ വരും. അങ്ങനെ പോയി വരുന്ന സമയത്ത് അദ്ദേഹം അച്ഛൻ വരുന്നവരടുത്തൊക്കെ അച്ഛൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ മുന്നിൽ കുറച്ച് എണ്ണം കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരെ മുന്നിൽ എന്നെ വിളിച്ച് അപമാനിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു. അപ്പം ഞാനതിന് അർഹനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് കൊടുക്കും, തിരിച്ചൊന്നും മറുപടി പറയാറില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എന്തെങ്കിലും നീ രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ കയ്യിൽ 10 കാശൊക്കെ വരുന്ന സമയത്ത് നീ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അതിന് എനിക്ക് മുന്നോട്ട് എന്ത് എന്നുള്ളത് പോലും അറിയാത്തൊരു കാലത്താണ് എന്നോട് പറഞ്ഞു 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പൊ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ വരുവാണെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 600 രൂപ നീ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. പിന്നെ വരുന്ന ഒരു 300 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. പിന്നെ വരുന്നൊരു 100 രൂപ മൂന്നാമത് തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. പിന്നെ ഒരു 1000 രൂപയുടെ ഒരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പുള്ളി എന്നെ ഉപദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണെങ്കിൽ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ് നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കും തുണിമണി വാങ്ങിക്കാനും നിന്റെ ചെലവുകൾക്കും അതൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസ കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി, ടാക്സ്, നീ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നീ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നീ കൃത്യമായി ആ പൈസ കൊണ്ട് നികുതി അടക്കും. രണ്ടാമത്തെ നീ മാറ്റിവെക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മൂന്നാമത്തെ 100 രൂപയോ? അതാണ് നിനക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിനക്ക് തരാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് നേരത്തെ ഈ പറഞ്ഞ ഈ കോസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കും നിനക്ക് ജീവിതത്തിൽ നീ ഒരുപാട് വണ്ടികൾ വാങ്ങുമായിരിക്കും, വീടുകൾ വയ്ക്കുമായിരിക്കും. പക്ഷെ നിനക്ക് മനസ്സറിഞ്ഞല്ലെങ്കിൽ നീ സന്തോഷിക്കുക. ജീവിതത്തിൽ നിന്റെ കൈ കൊണ്ട് ആ 100 രൂപ അല്ലെങ്കിൽ എടുത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ വീട് വെച്ചാലും നീ കാറ് വാങ്ങിയാലും നിനക്ക് കിട്ടില്ല. ഇന്ന് അദ്ദേഹം അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ഈ കിട്ടിയ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ സഹായം കിട്ടിയ ആൾക്കാരെക്കാളും എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സന്തുഷ്ടനായിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല എന്നും കൂടെ പുള്ളി പറഞ്ഞു. അപ്പൊ സത്യമാണ്. കാരണം IT ഇതൊക്കെ കറക്റ്റായിട്ട് അടച്ചാൽ സമാധാനം കിട്ടില്ല. അപ്പൊ സമാധാനം വേണമെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ കൊണ്ട് അടക്കണം. പക്ഷെ നിനക്ക് സന്തോഷം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ആരെന്ന് പോലും അറിയാത്ത ആൾക്കാർ നിന്നെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്നേഹവും ഈ സന്തോഷവും നിനക്ക് വേറെ എന്ത് പ്രവൃത്തി ചെയ്താലും നിനക്ക് കിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭമാണ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി വളരെയധികം നല്ല മനസ്സോടുകൂടി, അല്ലെങ്കിൽ ആ നന്മ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇത് കുറെ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല. ചാരിറ്റി പകുതിക്കൊക്കെ ചെയ്യാം,
ഗണേശൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, എംഎൽഎ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ കണ്ടുവരുന്നത്, കാരണം എനിക്കിപ്പോ കുറച്ച് അത്യാവശ്യം തിരക്കായിട്ടുള്ള കാശം കിട്ടുന്നുണ്ട്. പക്ഷെ 2 അക്കൗണ്ട് തുടങ്ങാനേ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. ടാക്സ് അടക്കാനുള്ള അക്കൗണ്ടും ഫസ്റ്റിലത്തെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്. അപ്പൊ അതൊക്കെ 3 അക്കൗണ്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അതിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല എന്നൊരു പരാതി പലരും പറയുന്നതായി കേൾക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടൻ, ഏറ്റവും വലിയ നടനാകുമ്പോൾ വലിയ പൈസ വരും. അപ്പൊ നിങ്ങളൊക്കെ ഒരു മാതൃക, ജോജയുടെ ഒരു മാതൃകയായി കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യമായിട്ട് പ്ലാൻ ചെയ്ത് വന്നാൽ ഇവിടെ വന്നപ്പോൾ പറയണമെന്ന് വെച്ചോ പറഞ്ഞ എന്തെങ്കിലും തമാശ പറയാം. എന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ഞാൻ നോക്കിക്കാണുന്ന ഫഹദിക്കയും ഇതുപോലെയുള്ള ചാരിറ്റിയിൽ ഏർപ്പെടണം. ആ 3ാമത്തെ അക്കൗണ്ടിലെ പൈസ റിലീസ് ചെയ്യണം. ഒരു വലിയ കൈയടി, ചെറിയ കൈയടി ആയിപ്പോയി അത്. എന്നാലേ ഞാനും ഇത് ചേട്ടനൊക്കെ ഞങ്ങളുടെ 3ാമത്തെ അക്കൗണ്ടിലെ ചാരിറ്റി കാലുവെക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിനിടയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വൈകി ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. നമ്മുടെ ചാരിറ്റി നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ ചോദിച്ചോണ്ടായിരുന്നു. ഒന്ന്, അവിടെ ശ്രീനിവാസ സാറിന്റെ ഒരു പിക്ചർ ഒരു മോൻ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. അത് എനിക്ക് കൊണ്ടും തരുമോ? അങ്ങനെയാണ് ഞാൻ അത് കൊടുക്കാം കേട്ടോ, എനിക്ക് കൊണ്ടോ. അതിനോടൊപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ട്, അത് മാറി മാറി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വപ്പന്മാരുടെ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, തടിയുള്ള നമുക്ക് എല്ലാവർക്കും അത് തന്നൊരു പ്രചോദനം വേറെ ഒന്നാണ്. ആ ഡയലോഗ് നമുക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റില്ല. അത് അന്ന് തന്നെ ഞാൻ പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് മൈ ലൈഫ്, മൈ റൂൾസ് ആൻഡ് മൈ കൊളവയർ. അതിനെപ്പറ്റി ആരും ഒന്നും പറയണ്ടെന്നുള്ളത് അത് ഞാൻ ഒരുപാട് അടുത്തത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡയറക്ഷൻ വെച്ചാൽ എപ്പോഴായിരുന്നു ഡയറക്ഷൻ വെച്ചാൽ എപ്പോഴാണ് ഇത്ര കാലം ഒരു കഥ പറയട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് നമ്പർ മാറ്റും, അടുത്ത നമ്പർ മാറ്റും, 3ാമത്തെ അല്ല. അത് നമ്മൾ തീരുമാനം എടുക്കുക അല്ലേ? നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വലിയ ആഗ്രഹമാണ്. ഞാൻ കോമഡി ടൈമിങ്ങില് പലതും കൂടി വന്നു കഴിഞ്ഞാല് അല്ല, എനിക്കിപ്പോ ലാൽസാർ വരെ ഡേറ്റ് തരും. പക്ഷേ സത്യമാണോ? അത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇപ്പൊ നേരിട്ട് ചോദിച്ചത് തീരുമാനമാക്കിയിട്ട് വളരെ മറ്റേ പണ്ട് പറയല്ലോ, റിപ്പോർട്ടർ തൊട്ടടുത്ത അയാളുടെ വീട് എന്ന് പറയുമല്ലോ. 5 വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറഞ്ഞാൽ വന്നിരുന്നു. 5 അല്ല 6 വർഷം മുമ്പ്. ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. അന്ന് 6 വർഷം മുന്നേ ഞാൻ 5 വർഷം മുന്നേ 10 വർഷം മുന്നേ വന്നത്. കാരണം അത് ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത്. അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ. ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ ഇവിടെ എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടു. ഓർമ്മ ഉണ്ടാവില്ല, കാരണം നമ്മളേക്ക് എന്റെ വലിയ ആൾക്കാരെ മീറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു വലിയ അതിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് വാങ്ങാൻ വരും. അത് മാത്രമല്ല, ചോദിച്ചവിടെ വന്നതിന് പാലിനോട് കയ്യിലുണ്ട്. പക്ഷേ ഈ സിനിമ ഉറപ്പല്ലേ?